ഹലോ അസ്സലാമലൈക്കും. അങ്ങനെതാ സ്കൂൾ തുടങ്ങിയ പിന്നെ ഞങ്ങളുടെ രാവിലത്തെ ഡ്യൂട്ടി ഇതാണ് കേട്ടോ. ഇന്ന് പുതിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കെൻ്റെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ മുടി കെട്ടിയതൊക്കെ ഓർമ്മ വന്നത്. പിന്നെന്താ നമുക്ക് ആ ഒരു ശീല ആ ഒരു സംഭവം ഉണ്ടേനും. അങ്ങനെ ബസ് കയറി, ബസ് പോണ ബസ്സിനെ കൈയായിട്ട് എൻ്റെ മോൾ നിർത്തിച്ചതാണ്. എന്തായാലും ഞങ്ങൾ ബസ്സൊക്കെ കയറി, പിന്നെ സ്കൂളിൽ ഇറങ്ങി, പിന്നെ അങ്കിൾ പോലീസ് അങ്കിൾ 2 സ്ഥലത്തുണ്ടായിട്ടെന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് അവരെ വേഗം സ്കൂൾ കൊണ്ടാക്കി. ഇന്ന് മനസ്സെന്നറിയും ഫിഷ് മോളി ഉണ്ടാക്കണമല്ലോ എന്നുള്ള ചിന്തയാണ്. ഫിഷ് മോളിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണേ ഒന്ന് പോയിട്ട്. അങ്ങനെ സ്കൂൾ കൊണ്ടാക്കിയ പാടന്നെ നെയ്ച്ചോറ്റിൻ്റെ അരി വാങ്ങാണ്ടേനു. കാരണം നെയ്ച്ചോറും ഫിഷ് മോളിയാണ് പറഞ്ഞത്. അങ്ങനെ ഏലക്കായും നെയ്ച്ചോറുണ്ടായിരിക്കും. ഇപ്പോൾ കയമയിലേക്ക് പോകാറേ ഇല്ല, കാരണം കയമ വളരെ വളരെ ദുസ്സഹനീയ അവസ്ഥയാണ്. എന്താ അതിന് പറയാമെന്നറിയില്ല. അതന്നെയല്ലേ, അതൊക്കെ തന്നെ വളരെ ശോകമാണ്. എന്തൊരു വിലയാണോടോ കയമക്ക്. ഒരു കാൾ കയമയില്ലാതെ ജീവിച്ച ഞങ്ങളായിരുന്നു. ഇപ്പോൾ വീണ്ടും അതാണ് ആ ജോക്കർ കോലയും ഞങ്ങൾ മാറ്റി നിർത്തിയപ്പം അതിനുള്ള പ്രക്ഷോഭം അതന്നെ. വീണ്ടും ജോക്കർ കോലയിലേക്ക് തന്നെ തിരിച്ചെത്തി. അങ്ങനെ വീട്ടിലെത്തി വേഗം ഫിഷ് മോളയ്ക്കുള്ള സെറ്റാക്കലും ഫിഷ് മോൾ ഉണ്ടാക്കലും തുടങ്ങി. അങ്ങനെ നെയ്ച്ചോറും വെച്ച് ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ളത് ഫിഷ് മോളി നെയ്ച്ചോറും പിന്നെ നല്ല പപ്പടം. പിന്നെ പേഴ്സണലി എനിക്ക് ഫിഷ് മോളിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അഭ്യർത്ഥന പ്രകാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതുണ്ടാക്കി കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രേവി കൂട്ടാൻ നെയ്ച്ചോറിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ മീനും കൂടി കൂട്ടുമ്പോൾ എന്തോ ചിക്കൻ്റെ ടേസ്റ്റ് പിടിക്കുകയുള്ളൂല്ലോ നമുക്ക് നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇനി സ്കൂൾ പോകുമ്പോൾ മൊത്തം എൻ്റെ ചിന്ത ഫിഷ് മോളിയും നെയ്ച്ചോറും സെറ്റാക്കി എടുക്കണം. എന്തായാലും സംഭവം സെറ്റായി. ഞങ്ങളെല്ലാവരും നല്ല റാഹത്തിൽ തന്നെ കഴിച്ച്. പിന്നെ രാത്രിത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ എന്ത് കറി വെച്ചാലും ഉച്ചക്കത്തേക്ക് മാത്രം നല്ല കട്ടിയിൽ വെക്കുള്ളൂ. അതെന്താണെന്നറിയില്ല, അത് ഉമ്മൻ്റെ നിന്നും കിട്ടിയതാണെന്ന് അറിയില്ല. ഞാനായാലും തത്തായാലൊക്കെ അങ്ങനെ തന്നെ. അതിനെന്തോ ഉണ്ടാവേക്കും ഈ കുറേ കറി ഉണ്ടാക്കി രാത്രി വരെ ഒപ്പിക്കൽ. അതെന്തൊക്കെ കളി കളിച്ചാൽ അങ്ങോട്ട് എത്തൂല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.